ഇടുക്കി വിഷൻ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designing in the Proudy, Gayatri Designs. Ladies wear, gents wear and kids wear in all categories. Gayatri Designs Wedding Center, Kattapana, Thodupuzha. നമസ്കാരം. ഇടുക്കി വിഷൻ വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ സഹോദരി ഭർത്താവിനെ നെടുങ്കണ്ടം പോലീസ് അറസ്റ്റ് ചെയ്തു. മണിമല കോത്തലപ്പള്ളി കൈതപ്പാറക്കുഴിയിൽ പ്രിൻസാണ് അറസ്റ്റിലായത്. ഇടുക്കിയുടെ അതിർത്തി ഗ്രാമങ്ങളിൽ കഞ്ചാവ് കൃഷി വർദ്ധിക്കുന്നു. ഇടുക്കി ഗോൾഡ് എന്നറിയപ്പെടുന്ന നീലച്ചടയൻ വിഭാഗത്തിൽപ്പെടുന്ന കഞ്ചാവിന് മയക്കുമരുന്ന് വിപണിയിൽ ഉയർന്ന വിലയാണ് ലഭിക്കുന്നത്. കേരളത്തിലെ യഥാർത്ഥ വിപ്ലവ പ്രസ്ഥാനം CSDS ആണെന്ന് CSDS സംസ്ഥാന ജനറൽ സെക്രട്ടറി MS സജൻ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി CSDSനോട് കാണിക്കുന്ന ശത്രുതാ മനോഭാവം അവസാനിപ്പിക്കണമെന്നും MS സജൻ ആവശ്യപ്പെട്ടു. ആവശ്യത്തിന് ഡോക്ടർമാരോ ജീവനക്കാരോ ഇല്ലാത്തതിനാൽ ഏറെ ദുരിതത്തിലാണ് കട്ടപ്പന 20 ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ആശുപത്രി. ശരാശരി 100-ലധികം ആളുകളാണ് ഈ ആശുപത്രിയിലെത്തുന്നത്. പെരിയാർ, ചോറ്റുപാറ, കൈത്തോട്ടിൽ മാലിന്യം കുന്നുകൂടുന്നത് പകർച്ചവ്യാധികൾ വർദ്ധിക്കാൻ കാരണമാകുന്നു. വിശദമായ വാർത്തയിലേക്ക്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ സഹോദരി ഭർത്താവിനെ നെടുങ്കണ്ടം പോലീസ് അറസ്റ്റ് ചെയ്തു. മണിമല കോത്തലപ്പള്ളി കൈതപ്പാറക്കുഴിയിൽ പ്രിൻസാണ് അറസ്റ്റിലായത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ സഹോദരി ഭർത്താവിനെ നെടുങ്കണ്ടം പോലീസ് അറസ്റ്റ് ചെയ്തു. മഞ്ഞപ്പട്ടി എട്ടുമുക്കൽ തൊഴിലാളിയായ മണിമല കോത്തലപ്പള്ളി കൈതപ്പാറക്കുഴിയിൽ പ്രിൻസാണ് അറസ്റ്റിലായത്. ഇയാൾക്ക് 27 വയസ്സാണ് പ്രായം. +1 വിദ്യാർത്ഥിനിയായിരുന്ന പെൺകുട്ടി ഏപ്രിൽ 7-ന് വീട്ടിൽ വെച്ച് പ്രസവിക്കുകയായിരുന്നു. ഇതിന് 2 ദിവസം മുമ്പാണ് ബന്ധുക്കൾ പെൺകുട്ടി ഗർഭിണിയായിരുന്നുവെന്ന വിവരം അറിയുന്നത്. പെൺകുട്ടിയുടെ മൂത്ത സഹോദരിയുടെ ഭർത്താവാണ് പ്രിൻസ്. തണിപ്പണിക്കാരനായ ഇയാൾ ഭാര്യയുടെ വീട്ടിലായിരുന്നു താമസിച്ച് ജോലി ചെയ്തു വന്നിരുന്നത്. പോലീസിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. നെടുങ്കണ്ടം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഇടുക്കിയുടെ അതിർത്തി ഗ്രാമങ്ങളിൽ കഞ്ചാവ് കൃഷി വർദ്ധിക്കുന്നു. ഇടുക്കി ഗോൾഡ് എന്നറിയപ്പെടുന്ന നീലച്ചടയൻ വിഭാഗത്തിൽപ്പെടുന്ന കഞ്ചാവിന് മയക്കുമരുന്ന് വിപണിയിൽ ഉയർന്ന വിലയാണ് ലഭിക്കുന്നത്. ഇത് മുതലെടുത്താണ് ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇടുക്കിയിൽ വീണ്ടും കഞ്ചാവ് കൃഷി വ്യാപകമാകുന്നത്. 2016 ജൂൺ മുതൽ ഇന്നുവരെ എക്സൈസ് അധികൃതർ നശിപ്പിച്ചത് 1143ഓളം കഞ്ചാവ് ചെടികളാണ്. 2015-16 ജില്ലയിൽ 282 പേരെയാണ് എക്സൈസ് അറസ്റ്റ് ചെയ്തത്. ഇവരിൽ നിന്ന് 175 കിലോ കഞ്ചാവും പിടികൂടി. 217 കേസുകൾ രജിസ്റ്ററും ചെയ്തു. എന്നാൽ 2016 ജൂൺ മുതൽ 2017 മെയ് വരെ ജില്ലയിൽ നിന്നും 511 പേരെ അറസ്റ്റ് ചെയ്യുകയും ഇവരിൽ നിന്ന് 143 കിലോ ഉണക്ക കഞ്ചാവ് പിടികൂടുകയും ചെയ്തു. 412 കേസുകൾ രജിസ്റ്ററും ചെയ്തിട്ടുണ്ട്. കഞ്ചാവ് കേസുകളിൽ ഒരു വർഷത്തിനുള്ളിൽ ഇരട്ടിയിലധികം വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. ജില്ലയിൽ പല ഭാഗത്തു നിന്നും 1143ഓളം കഞ്ചാവ് ചെടികൾ നശിപ്പിച്ചു. ഈ കണക്കുകളിൽ നിന്ന് ജില്ലയിലെ കഞ്ചാവുകളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നും മനസ്സിലാക്കാം. ഒരു കാലത്ത് ഇടുക്കിയിൽ വ്യാപകമായി കൃഷി ചെയ്തിരുന്ന ഒന്നായിരുന്നു നീലച്ചടയൻ എന്ന മുന്തിയ ഇനം കഞ്ചാവ്. 1990ഓടുകൂടി അധികൃതരുടെ ശക്തമായ ഇടപെടൽ മൂലം ജില്ലയിലെ കഞ്ചാവ് കൃഷി പാടെ നിലച്ചിരുന്നു. ഇടുക്കി കഞ്ചാവിന്റെ വിപണി മനസ്സിലാക്കി കഞ്ചാവ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ജില്ലയിലെത്തിക്കുകയും ഇടുക്കി ഗോൾഡ് എന്ന പേരിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുകയുമാണ് ചെയ്തിരുന്നത്. മുൻകാലങ്ങളിൽ വലിയ രീതിയിൽ കൃഷി ചെയ്തിരുന്നുവെങ്കിലും ഇപ്പോൾ 2 മുതൽ 15 വരെ ചെടികളാണ് പല ഭാഗത്തായി കൃഷി ചെയ്യുന്നത്. ഇത് അധികൃതർ കണ്ടെത്തി നശിപ്പിച്ചാലും വലിയ നഷ്ടം സംഭവിക്കാറില്ല. അതുപോലെ വിവിധ സ്ഥലങ്ങളിൽ ഇതുപോലെ ചെറിയ ഗ്രൂപ്പുകളായി കൃഷി ചെയ്താൽ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുവാനുള്ള സാധ്യത കുറവാണ് എന്നതാണ് കഞ്ചാവ് കർഷകരെ ഇത്തരത്തിൽ കൃഷി ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്നത്. സ്കൂൾ, കോളേജ് കേന്ദ്രീകരിച്ചാണ് ഇന്ന് കഞ്ചാവ് വിൽപ്പന പൊടിപിടിക്കുന്നത്. ഒരു പൊതി കഞ്ചാവിന് 300 രൂപ മുതൽ 500 രൂപ വരെയാണ് വില ഈടാക്കുന്നത്. അതിർത്തി ചെക്ക് പോസ്റ്റ് വഴിയാണ് ഇടുക്കിയിലേക്കും ഏറ്റവും കൂടുതൽ കഞ്ചാവ് എത്തുന്നത്. സ്മോൾ കെയിൽ കേസുകളാണ് കൂടുതൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. സ്മോൾ കെയിലാകുമ്പോൾ കൂടുതൽ നിയമപരീക്ഷ കിട്ടുമെന്നതിനാലാണ് ഇത്തരത്തിൽ കടത്തു വ്യാപിക്കുന്നതും. കഴിഞ്ഞ ജൂൺ മുതൽ 2017 മെയ് വരെ 2838 പുകയില ഉൽപ്പന്നങ്ങളുടെ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഹാൻസ് ഉൾപ്പെടെയുള്ള പുകയില ഉൽപ്പന്നങ്ങൾ തമിഴ്നാട്ടിൽ നിന്നുമാണ് കേരളത്തിലേക്ക് എത്തുന്നതും. തമിഴ്നാട്ടിൽ നിന്നുള്ളവർ ഇവിടെ എത്തിച്ച് നൽകാറുമുണ്ട്. കഴിഞ്ഞ ദിവസം അണക്കരയിൽ നിന്നും 440 പാക്കറ്റോളം ഹാൻസ് പോലീസ് പിടികൂടിയിരുന്നു. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന. കേരളത്തിലെ യഥാർത്ഥ വിപ്ലവ പ്രസ്ഥാനം CSDS ആണെന്ന് CSDS സംസ്ഥാന ജനറൽ സെക്രട്ടറി MS സജൻ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി CSDSനോട് കാണിക്കുന്ന ശത്രുതാ മനോഭാവം അവസാനിപ്പിക്കണമെന്നും MS സജൻ ആവശ്യപ്പെട്ടു. തോപ്രാംകുടിയിൽ നടന്ന CSDS ഇടുക്കി താലൂക്ക് കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
യഥാർത്ഥ വിപ്ലവ പ്രസ്ഥാനം എന്ന് പറയുന്നത് CSDS. കേരളത്തിലൊരു മാറ്റം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നത് ഇപ്പം CSDS ആണ്. CSDSന്റെ പ്രവർത്തകരെ മാത്രം തെരഞ്ഞു പിടിച്ചുകൊണ്ട് CPM പോലുള്ള ഒരു വലിയ മുഖ്യധാരയിൽ പ്രവർത്തിക്കുന്ന പാർട്ടി CSDSന്റെ പ്രവർത്തകരെ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കും. ഇവിടെ ഒരിക്കലും CPM-നെതിരല്ല CSDS. കേരളത്തിലെ യഥാർത്ഥ വിപ്ലവ പ്രസ്ഥാനം CSDS ആണെന്ന് CSDS സംസ്ഥാന ജനറൽ സെക്രട്ടറി MS സജൻ പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി CSDSനോട് കാണിക്കുന്ന ശത്രുതാ മനോഭാവം അവസാനിപ്പിക്കണമെന്നും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോട് CSDSന് എതിർപ്പില്ലെന്നും എതിർപ്പുണ്ടായിരുന്നെങ്കിൽ ഇടുക്കിയിൽ MM മണി മന്ത്രിയാകുമായിരുന്നില്ല എന്നും MS സജൻ തോപ്രാംകുടിയിൽ പറഞ്ഞു. CSDS ഇടുക്കി താലൂക്ക് കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുടുംബസംഗമത്തിൽ CSDS ഇടുക്കി താലൂക്ക് വൈസ് പ്രസിഡന്റ് അജികുമാർ പാമ്പാടിക്കുഴി ടൗണിൽ പതാക ഉയർത്തി. തുടർന്ന് പ്രകടനമായാണ് അംഗങ്ങൾ ഓഡിറ്റോറിയത്തിലെത്തിയത്. തോപ്രാംകുടി കാഞ്ഞിരത്താംകുന്നേൽ ഓഡിറ്റോറിയത്തിൽ നടന്ന കുടുംബസംഗമത്തിൽ ഇടുക്കി താലൂക്ക് പ്രസിഡന്റ് സാജു വള്ളക്കടവ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് തങ്കച്ചൻ കൊച്ചുകരിമ്പൻ, ഖജാൻജി റോയ്ച്ചൻ ദേവസ്യ താഴത്തുവീട്ടിൽ, സെക്രട്ടറി റെജി ജോസഫ്, CSYF പ്രസിഡന്റ് സിജോമോൻ വർഗീസ്, ഉടുമ്പൻചോല താലൂക്ക് പ്രസിഡന്റ് റെജി കൂവക്കാട്ട് തുടങ്ങിയ CSDSന്റെ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, താലൂക്ക്, ജില്ലാതല നേതാക്കൾ പങ്കെടുത്ത് സംസാരിച്ചു. SSLC പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. CSDS കർമ്മഫണ്ടിന്റെ ഉദ്ഘാടനവും നടന്നു. നൂറുകണക്കിന് പ്രവർത്തകർ താലൂക്ക് കുടുംബസംഗമത്തിൽ പങ്കെടുത്തു. ഇടുക്കി വിഷൻ ന്യൂസ്, തോപ്രാംകുടി. ആവശ്യത്തിന് ഡോക്ടർമാരോ ജീവനക്കാരോ ഇല്ലാത്തതിനാൽ ഏറെ ദുരിതത്തിലാണ് കട്ടപ്പന 20 ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ആശുപത്രി. ശരാശരി 100-ലധികം ആളുകളാണ് ഈ ആശുപത്രിയിൽ എത്തുന്നത്. എന്നാൽ ഇവിടെ താലൂക്ക് ആശുപത്രിയുടേതായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും തന്നെയില്ല. നിലവിൽ 7 ഡോക്ടർമാരുടെ സേവനമാണ് ഇവിടെ ആവശ്യമുള്ളത്. എന്നാൽ 4 ഡോക്ടർമാർ മാത്രമാണ് ഇവിടെയുള്ളത്. ബാക്കി 3 പോസ്റ്റുകളിലും ആളില്ല. 2 അസിസ്റ്റന്റ് സർജൻമാർ, ഒരു പീഡിയാട്രിഷ്യൻ, കരാർ അടിസ്ഥാനത്തിലുള്ള ഒരു ഡോക്ടർ, ഇത്രയും ഡോക്ടർമാരാണ് ഇവിടെയുള്ളത്. 7 നഴ്സുമാർ വേണമെന്നിരിക്കെ 6 പേർ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. മറ്റു ജീവനക്കാരുടെ എണ്ണത്തിലും കുറവുണ്ട്. രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയാണ് ഇവിടെ OP പ്രവർത്തിക്കുന്നത്. വേണ്ടത്ര ഡോക്ടർമാർ ഇല്ലാത്തതാണ് മുഴുവൻ സമയവും OP പ്രവർത്തിക്കാത്തതിന്റെ കാരണം. വേണ്ട രീതിയിലുള്ള കിടത്തി ചികിത്സയും ഇവിടെ ലഭ്യമല്ല. താലൂക്ക് ആശുപത്രിക്ക് 100 ബെഡ് ആവശ്യമാണ്. എന്നാൽ ഇവിടെ 30 ബെഡ് മാത്രമാണുള്ളത്. ലേബർ റൂം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഇവിടെയില്ല. ഗൈനക്കോളജിസ്റ്റിന്റെ തസ്തികയും ഇവിടെയില്ല. ആംബുലൻസ് ഉണ്ടെങ്കിലും ഡ്രൈവർ ഇല്ല. അടിയന്തര സാഹചര്യങ്ങളിൽ കൂലിക്ക് ആളെ വെച്ചാണ് ആംബുലൻസ് ഓടിക്കുന്നതും. ആശുപത്രിയിലെ മാലിന്യ നിർമ്മാർജ്ജനത്തിന് വേണ്ട സൗകര്യം ഇല്ല എന്നതാണ് മറ്റൊരു പ്രധാന പ്രശ്നം. ആശുപത്രി മാലിന്യങ്ങൾ പ്രത്യേക രീതിയിൽ സംസ്കരിക്കണം. എന്നാൽ ഇവിടെ ചെയ്യുന്നത് മണ്ണുമാന്തി കുഴിയെടുത്ത് അതിൽ നിക്ഷേപിക്കുകയാണ്. ഇത് വൻ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും വഴിയൊരുക്കും. മോർച്ചറിയുടെ അവസ്ഥയും വളരെ ദയനീയമാണ്. അടച്ചുറപ്പില്ലാത്ത റൂമിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാതെയാണ് മോർച്ചറി പ്രവർത്തിക്കുന്നതും. 2016 ഫെബ്രുവരിയിൽ താലൂക്ക് ആശുപത്രിയായി ഉയർത്തിയ ഈ ആശുപത്രിയുടെ സൗകര്യങ്ങൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് സമമാണ്. ട്രൈബൽ മേഖലകളിൽ നിന്നടക്കം നിരവധി ആളുകൾ ചികിത്സ തേടിയെത്തുന്ന താലൂക്ക് ആശുപത്രിയിൽ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കണമെന്ന ആവശ്യത്തിലാണ് പ്രദേശവാസികൾ. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന. പെരിയാർ ചോറ്റുപാറ കൈത്തോട്ടിൽ മാലിന്യം കുന്നുകൂടുന്നത് പകർച്ചവ്യാധികൾ വർദ്ധിക്കാൻ കാരണമാകുന്നു. വ്യാപാരശാലകൾ, പച്ചക്കറി വിൽപ്പന കേന്ദ്രങ്ങൾ, അറവുശാലകൾ, ഹോട്ടലുകൾ, വീടുകൾ തുടങ്ങി ശൗചാലയങ്ങളിലെ മാലിന്യങ്ങൾ പോലും ഈ തോട്ടിലേക്കാണ് ഒഴുക്കുന്നത്. നീരൊഴുക്ക് നിലച്ചതിനാൽ വെള്ളം കെട്ടിക്കിടക്കുന്ന ഭാഗങ്ങളിൽ കൊതുകും കൂത്താടികളും എണ്ണമേറ്റ് പെരുകുകയാണ്. പഞ്ചായത്തും ആരോഗ്യവകുപ്പ് അധികൃതരും വേണ്ട കരുതൽ നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നും ആക്ഷേപവും ശക്തമാണ്. തോട്ടം മേഖലയിൽ ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണം ദിനവും വർദ്ധിച്ചു വരികയാണ്. സാധാരണ പനി വരുന്നവരും ഏറെയാണ്. മഴ പെയ്യുമ്പോൾ മാലിന്യം പെരിയാർ നദിയിലേക്കും ഒഴുകിയെത്തുന്നുണ്ട്. 63-ാം മൈൽ മുതൽ പെരിയാർ ടൗൺ വരെ നിരവധി പേരാണ് കൈത്തോടിനോട് ചേർന്ന് താമസിക്കുന്നതും. ഇവരുടെ വീടുകളിൽ പലതിൽ നിന്നും മാലിന്യം തോട്ടിലേക്ക് ഒഴുകുന്നുമുണ്ട്. പെരിയാർ ടൗണിലെ പ്രധാന ഓടയിലൂടെ വൻ മാലിന്യ ശേഖരമാണ് നിക്ഷേപിക്കുന്നതും. ഇതും പകർച്ചവ്യാധികൾക്ക് കാരണമാകുന്നുണ്ട്. ഇടുക്കി വിഷൻ ന്യൂസ്, വണ്ടിപ്പെരിയാർ. ഇനിയൊരു ഇടവേള. ഹൈറേഞ്ച് മേഖലയിൽ വിശ്വസ്തതയുടെ 25 വർഷം പൂർത്തിയാക്കുന്ന വൈറ്റ് മാർട്ട് കൊച്ചുപുരയ്ക്കൽ ഏജൻസീസ് അവതരിപ്പിക്കുന്നു നിങ്ങൾക്കായി മഹാലാഭത്തിന്റെ മഹോത്സവം. ഇഷ്ടം പോലെ തിരഞ്ഞെടുക്കുവാൻ ലോകോത്തര ബ്രാൻഡുകളുടെ ടെലിവിഷൻ, വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ, മൈക്രോവേവ് ഓവൻ, മ്യൂസിക് സിസ്റ്റം, വാക്വം ക്ലീനർ, എയർ കണ്ടീഷണർ തുടങ്ങിയ എല്ലാത്തരം അപ്ലയൻസസും ഏറ്റവും വിലക്കുറവിൽ. കൂടാതെ ഈസി ഫിനാൻസ്, ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെന്റ്, ലോ EMI, സുതാര്യമായ വ്യവസ്ഥകൾ, ഏറ്റവും എളുപ്പം തവണകളിലൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അപ്ലയൻസസ് സ്വന്തമാക്കാം. വൈറ്റ് മാർട്ട് കൊച്ചുപുരയ്ക്കൽ ഏജൻസീസ്, എടശ്ശേരി ജംഗ്ഷൻ, ന്യൂ ബസ് സ്റ്റാൻഡ്, കട്ടപ്പന. സുപ്രിയ ഗ്രീൻ ടീ 100% പ്രകൃതിദത്തമായത്.
ഇപ്പോൾ നിങ്ങൾക്കിഷ്ടമായ ലെമൺ, തുളസി, മിന്റ് തുടങ്ങിയ സ്വാദിഷ്ടമായ ഫ്ലേവറുകളിലും ലഭിക്കുന്നു. ഗ്രീൻ ടീ ശീലമാക്കൂ, അമിതഭാരത്തോട് വിട പറയൂ. ഗ്രീൻ ടീയിൽ സൂപ്പർ സുപ്രിയ ഗ്രീൻ ടീ, ടീ ബോർഡ് അംഗീകാരമുള്ളത്. എല്ലാ മെഡിക്കൽ സ്റ്റോറുകളിലും സൂപ്പർ മാർക്കറ്റുകളിലും മറ്റു പ്രധാന കടകളിലും ലഭിക്കുന്നു. നിർമ്മാതാക്കൾ സുപ്രിയ ടീ കമ്പനി, അട്ടപ്പള്ളം, കുമളി, ഇടുക്കി ജില്ല. ഫോൺ നമ്പർ 9447311624. മീഡിയ രംഗത്ത് നിരവധി അവസരങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു. യൂണിവേഴ്സിറ്റി അംഗീകാരത്തോടെ ഡിപ്ലോമ ഇൻ ഡിജിറ്റൽ മീഡിയ കോഴ്സ് പഠിക്കുവാൻ ഇതാ ഒരു സുവർണാവസരം. സിനിമ, സീരിയൽ, മാധ്യമ രംഗങ്ങളിലെ പ്രമുഖർ ക്ലാസുകൾ നയിക്കുന്നു. ഡയറക്ഷൻ, ക്യാമറ, എഡിറ്റിംഗ്, ആക്ടിംഗ് തുടങ്ങിയ 10 മേഖലകളിൽ പ്രൊഫഷണൽസ് ആകാം. പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. ലിമിറ്റഡ് സീറ്റ്സ് ഓൺലി. സ്വപ്നം കാണുന്നവന്റെയല്ല, സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നവന്റെയാണ് മീഡിയ ലോകം. ബിൽഡ് യുവർ ഫ്യൂച്ചർ. റെഡ് ഐ സ്കൂൾ ഓഫ് മീഡിയ, കട്ടപ്പന. ഉപ്പൻമാക്കൽ കാർഷിക നഴ്സറി, മേലച്ചിന. അത്യുൽപാദന ശേഷിയുള്ള കരിമുണ്ട, നീലമുണ്ടി, പന്നിയൂർ വൺ കൊടുത്തൈകൾ, ഹൈബ്രിഡ് കൊക്കോ തൈകൾ, നാടൻ ജാതിയിൽ ബഡ് ചെയ്ത ജാതി തൈകളും, തെങ്ങ്, മാവ് മുതലായ ഫലവൃക്ഷ തൈകളും മിതമായ നിരക്കിൽ ലഭ്യമാകുന്ന ഹൈറേഞ്ചിലെ ഏക സ്ഥാപനം ഉപ്പൻമാക്കൽ കാർഷിക നഴ്സറി, മേലച്ചിനാർ. ലഡു, ജിലേബി, ബേക്കറി ഐറ്റംസ് അത് എന്നതായാലും മൈ കൊച്ചിൻ. ജില്ലയിലെ ഏറ്റവും വലിയ ബേക്കറി മൈ കൊച്ചിൻ. ബേക്കറി, സൂപ്പർ മാർക്കറ്റ്, ഐസ്ക്രീം പാർലർ ആൻഡ് കോഫി കഫേ. ജില്ലയിൽ ആദ്യമായി മൈ കൊച്ചിൻ അവതരിപ്പിക്കുന്നു ലൈവ് ഐസിംഗ്. 1 മിനിറ്റിനുള്ളിൽ ബർത്ത്ഡേ കേക്കുകൾ. വിലക്കുറവിന്റെ വിസ്മയവുമായി സൂപ്പർ മാർക്കറ്റ്. റെഗുലർ കസ്റ്റമേഴ്സിനായി പ്രിവിലേജ് കാർഡുകൾ. മൈ കൊച്ചിൻ അതൊരു സംഭവമാണ് കേട്ടോ. The taste of goodness, My Cochin, Central Junction, Kattapana. സ്മൈൽ ആൻഡ് കെയർ മൾട്ടി സ്പെഷ്യാലിറ്റി ദന്തൽ ക്ലിനിക്, കരുനാഗപ്പള്ളി അർക്കേഡ്, എരട്ടയാർ റോഡ്, കട്ടപ്പന. ഉദ്ഘാടനം ജൂൺ 5 തിങ്കളാഴ്ച രാവിലെ 11:30 ബഹുമാന്യനായ വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ എം എം മണി നിർവഹിക്കുന്നു. ചടങ്ങിൽ വിവിധ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക നേതാക്കൾ പങ്കെടുക്കും. സ്മൈൽ ആൻഡ് കെയർ മൾട്ടി സ്പെഷ്യാലിറ്റി ദന്തൽ ക്ലിനിക്, കരുനാഗപ്പള്ളി അർക്കേഡ്, എരട്ടയാർ റോഡ്, കട്ടപ്പന. പകുതി ചിലവിൽ എക്സ്റേ വെൽഡിംഗ് പഠനം. സ്പാർക്ക് എക്സ്റേ വെൽഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. യോഗ്യത SSLC+2. വിജയകരമായി കോഴ്സ് പൂർത്തിയാക്കുന്നവർക്ക് പ്ലേസ്മെന്റും സർട്ടിഫിക്കറ്റും നൽകി വരുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ അവസരങ്ങളുള്ള തൊഴിൽ മേഖലകളിൽ ഏറ്റവും പ്രധാനമാണ് എക്സ്റേ വെൽഡിംഗ്. കഴിഞ്ഞ ബാച്ചുകളിൽ നിന്നായി 25ഓളം പേർ വിദേശത്ത് ജോലി നേടി മികച്ച ശമ്പളത്തിൽ ജോലി ചെയ്തു വരുന്നു. എക്സ്റേ വെൽഡിംഗിന് മാത്രമായി പ്രവർത്തിക്കുന്ന ജില്ലയിലെ ഏക സ്ഥാപനം സ്പാർക്ക് എക്സ്റേ വെൽഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, മഹ സിറ്റി കമ്മ്യൂണിറ്റി ഹാളിന് സമീപം, നെടുങ്കണ്ടം. ഫോൺ 8848770010. നിങ്ങളുടെ ജീവിത സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകുവാൻ CMI വൈദികർ നയിക്കുന്ന ചാവറ ഇൻസ്റ്റിറ്റ്യൂട്ട്, എറണാകുളം. പ്രഗത്ഭരായ അധ്യാപകർ, ആധുനിക സൗകര്യങ്ങൾ, തൊഴിലധിഷ്ഠിത കോഴ്സുകൾ. ഹോട്ടൽ മാനേജ്മെന്റ് ഡിഗ്രി ആൻഡ് ഡിപ്ലോമ കോഴ്സസ്, BSc ഹോട്ടൽ മാനേജ്മെന്റ് ഡിപ്ലോമ, കിച്ചൺ ആൻഡ് കേറ്ററിംഗ് ഓപ്പറേഷൻസ് ഡിപ്ലോമ, എയർലൈൻ ടൂറിസം ഡിഗ്രി ആൻഡ് ഡിപ്ലോമ കോഴ്സസ്, BBA എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ്, ക്യാബിൻ ക്രൂ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ് ഡിപ്ലോമ, അയാട്ട ഫൗണ്ടേഷൻ ഡിപ്ലോമ. ചാവറ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് മീഡിയ സ്റ്റഡീസ്, ചാവറ കൾച്ചറൽ സെന്റർ, എറണാകുളം. വിളിക്കൂ 9994785004. ഇന്നു ഞാൻ ഓർക്കുന്നു ബാല്യകൗമാരവനാന്തര സുകൃതികൾ. അമ്മതന്നകിളിൽ അമൃതം നുണഞ്ഞതും നടക്കാൻ പഠിച്ചതും, യാത്ര പോയതും ജലസ്രോതസ്സു തേടി പിന്നെ അമ്മയോടൊത്ത് നീരാടി തുടിച്ചതും. കിർലോസ്കർ പമ്പ്സ്, ലോകം സാക്ഷ്യപ്പെടുത്തിയ ഗുണമേന്മ. കിർലോസ്കർ, കാലം തെളിയിച്ച വിശ്വാസം. അംഗീകൃത വിതരണക്കാർ G&S ഇലക്ട്രിക്കൽ സർവീസസ്, കട്ടപ്പന, നെടുങ്കണ്ടം. ജാഗ്വാർ, പാരിവെയർ, ബാത്തിക്സ്, സാനിറ്ററി വെയർ ആൻഡ് ബാത്ത് ഫിറ്റിംഗ്സ്, സുപ്രീം പൈപ്പിംഗ് സൊല്യൂഷൻ, വാട്ടർ ടെക് ടാപ്സ്, ഡയമണ്ട്, ഫ്രാങ്കി, മെട്രോ തുടങ്ങിയ ബ്രാൻഡുകളുടെ കിച്ചൺ സിങ്കുകൾ, വൈക്കിംഗ്, എംബ്ര, CP ഫിറ്റിംഗ്സ്. മേക്ക് യുവർ ഹോം ആസ് യുവർ ഡ്രീം. കൊല്ലംകുടിയിൽ ഏജൻസീസ്, കട്ടപ്പന. കണ്ടില്ലേ, രോഹിണി കാലത്തീറ്റയുടെ ഗുണം ഇപ്പൊ മനസ്സിലായില്ലേ? ഡോക്ടർ പറഞ്ഞത് വളരെ ശരിയാണ്.
രോഹിണി കാലിത്തീറ്റ കൊടുത്തു തുടങ്ങിയത് മുതൽ ആ വ്യത്യാസം കണ്ടു തുടങ്ങി. അധികം പാല്, അധികം ലാഭം, കന്നുകാലികൾക്ക് ആരോഗ്യം. രോഹിണി കാലിത്തീറ്റ. കർഷകർക്കൊരു സന്തോഷ വാർത്ത. കേരളത്തിൽ ആദ്യമായി മണ്ണിനെ സ്നേഹിക്കുന്ന കർഷകർക്കായി ഒരു സമ്പൂർണ്ണ ജൈവവളം ജീവൻ പ്ലസ്. 12 തരം പിണ്ണാക്കുകളും മഞ്ഞൾപ്പൊടിയും മഞ്ഞൾ വേസ്റ്റും പുകയില വേസ്റ്റും പ്രോട്ടീനുകളും കാർബോഹൈഡ്രേറ്റുകളും മറ്റ് സൂക്ഷ്മ മൂലകങ്ങളും ചേർന്ന ഒരു സമ്പൂർണ്ണ ജൈവവളം. വേരുചീയൽ, തട്ടമറിച്ചിൽ, അഴുകൽ രോഗങ്ങളിൽ നിന്നും ഏലച്ചെടിയെ സംരക്ഷിക്കുന്നതിന് ജുവൻ പ്ലസ് വണ്ടർ കേക്കുകൾ. ഇത് ഉപയോഗിക്കുമ്പോൾ ചെടിയുടെ രോഗപ്രതിരോധ ശേഷി 10 മടങ്ങായി വർദ്ധിക്കുന്നു. അപ്ലൈഡ് ഫോർ IMO സർട്ടിഫിക്കറ്റ് and ISO 9001-2008 certified products. Western Agro Trading Company, Srinima Building, Kumali. വാർത്തകൾ തുടരുന്നു. വാനിലയ്ക്ക് മോഹവിലയായതോടെ കർഷകർ കൂടുതൽ വാനില കൃഷിയിലേക്ക് തിരിയുന്നു. എന്നാൽ ചെടിക്ക് അഴുകൽ രോഗം ബാധിച്ചതോടെ കർഷകരുടെ പ്രതീക്ഷകൾക്കും മങ്ങലേറ്റു. മോഹവിലയാണ് വാനില ബീൻസിന് ഇപ്പോൾ മാർക്കറ്റിൽ ഉള്ളത്. ഇതറിഞ്ഞതോടെ മിക്ക കർഷകരും ഇപ്പോൾ വാനില കൃഷിയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. ഹൈറേഞ്ചിലെ മിക്കയിടങ്ങളിലും വാനില കൃഷി സജീവമായി കഴിഞ്ഞു. എന്നാൽ കൃഷി ചെയ്ത കർഷകർക്ക് തിരിച്ചടിയായി വാനില വള്ളികളുടെ ചുവടുഭാഗത്ത് ഇപ്പോൾ അഴുകൽ രോഗം പിടിപെട്ടിരിക്കുകയാണ്. ഇതോടെ വളർന്നു തുടങ്ങിയ വാനില വള്ളികളെല്ലാം നശിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയുമാണ്. വാനിലയ്ക്ക് ഇപ്പം മോഹവിലയാണ്. ഇപ്പം വാനില നമ്മൾ കൃഷി ചെയ്ത് കഴിഞ്ഞപ്പം ഇപ്പം ഭയങ്കര കേടാണ്. മറ്റേ അഴുകൽ ഒക്കെ കയറി വ്യാപിച്ച് ഒരു കാരണവശാലും ഇത് മുന്നോട്ട് പോകാനായിട്ട് പറ്റാത്ത അഴുകൽ. അതുപോലെ പച്ച വാനിലയ്ക്ക് 4000 രൂപ അടുത്ത് വിലയുണ്ട്. പക്ഷേ ഇത് അഴുകൽ കാരണം ഒരു രക്ഷയില്ല. ഒരു കാലത്ത് പെട്ടെന്ന് മലയാളിയുടെ കാർഷിക സംസ്കാരത്തിലേക്ക് കടന്നു വന്ന ഒരു ഇനമായിരുന്നു വാനില. എന്നാൽ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ വിലയിടിവ് സംഭവിച്ചതുമൂലം കർഷകർ വാനില കൃഷി പാടെ ഉപേക്ഷിച്ചു. എന്നാൽ ഇപ്പോൾ വീണ്ടും മോഹവിലയുമായി കച്ചവടക്കാർ കർഷകരെ സമീപിച്ചതോടെയാണ് വീണ്ടും കൃഷി കർഷകർ ആരംഭിച്ചത്. എന്നാൽ അഴുകൽ രോഗം പോലെയുള്ള രോഗങ്ങൾ പിടിപെട്ടതോടെ വാനില കർഷകരുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ചിരിക്കുകയാണ്. നിജിൽ കെ മാത്യു, ഇടുക്കി വിഷൻ ന്യൂസ് ബ്യൂറോ, കാഞ്ചിയാർ. ഓട്ടോറിക്ഷ ഡ്രൈവറെ പൊതുവഴിയിൽ വെച്ച് കട്ടപ്പന SI ഷട്ട് അഴിപ്പിച്ചതായി ആരോപണം. ഇതേ തുടർന്ന് ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കട്ടപ്പന SI അനാവശ്യമായി ഓട്ടോ ഡ്രൈവറുടെ ഷർട്ട് അഴിപ്പിച്ചു എന്നാരോപിച്ചാണ് ഓട്ടോ തൊഴിലാളി യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത്. കഴിഞ്ഞ ദിവസം അശോക കവല ഓട്ടോ സ്റ്റാൻഡിൽ ഓട്ടോ നിർത്തി യൂണിഫോം ഓട്ടോയിൽ വെച്ച് ഭക്ഷണം കഴിക്കുന്നതിനായി പോയ ഡ്രൈവർ അനൂപിനെ SI TC മുരുകൻ വഴിയിൽ തടഞ്ഞു നിർത്തി ബലമായി ഷർട്ട് ഊരി യൂണിഫോം ധരിപ്പിക്കുകയും അസഭ്യം പറയുകയും ചെയ്തതായിട്ടാണ് ഓട്ടോ ഡ്രൈവർമാർ ആരോപിക്കുന്നത്. SI ഓട്ടോ തൊഴിലാളികളെ ദ്രോഹിക്കുന്നതിൽ പ്രതിഷേധിച്ച തൊഴിലാളികൾ കട്ടപ്പനയിൽ പ്രകടനം നടത്തുകയും ചെയ്തു. CITU ഏരിയ സെക്രട്ടറി MC ബിജു, യൂണിയൻ ഏരിയ പ്രസിഡന്റ് BV ജോസ്, ഏരിയ കമ്മിറ്റി അംഗം എബി മാത്യു, DYFI ബ്ലോക്ക് സെക്രട്ടറി ജിബിൻ മാത്യു എന്നിവർ സംസാരിച്ചു. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന. തോട്ടം മേഖലയിലെ പച്ചക്കറി വിൽപ്പനശാലകളിൽ പച്ചക്കറി വില കുതിക്കുന്നു. ഇതുമൂലം നിർധനരായ തൊഴിലാളികൾ ദുരിതത്തിലായി. തമിഴ്നാട്ടിൽ മഴ പെയ്തതുമൂലം കൃഷിനാശം സംഭവിച്ചതിനാലും പച്ചക്കറികളുടെ ലഭ്യതക്കുറവുമാണ് വില കുതിച്ചുയരാൻ കാരണമായത്. മിക്ക വസ്തുക്കളും സെഞ്ചുറി തികച്ചപ്പോൾ മറ്റുള്ളവ ഇതിനോടടുത്ത് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. തക്കാളി 20 രൂപയിൽ നിന്നും 34 രൂപയിലെത്തി. ക്യാരറ്റ് 80 നിന്നും 100 രൂപയായി. ബീൻസ് 70 നിന്നും 100 രൂപയായി. ഉള്ളി 80 നിന്നും 110 രൂപയായി. കോവയ്ക്ക 20 എന്നിങ്ങനെയാണ് വിലയിൽ വന്ന മാറ്റം. ചില വ്യാപാര സ്ഥാപനങ്ങളിൽ ചില പച്ചക്കറികൾക്ക് വില കുറയ്ക്കുമ്പോൾ മറ്റു ചിലതിന് കൂടുതൽ വിലയും വാങ്ങുന്നുണ്ട്. തമിഴ്നാടിനെ ആശ്രയിച്ചു നിൽക്കുന്ന മേഖലയിലെ വ്യാപാരത്തിലെ വില കാലാവസ്ഥാ വ്യതിയാനത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇടുക്കി വിഷൻ ന്യൂസ്, വണ്ടിപ്പെരിയാർ. കിടപ്പ് രോഗിയായ മകളെ സംരക്ഷിക്കുവാൻ വൃദ്ധ ദമ്പതികൾ സുമനസുകളുടെ കനിവ് തേടുന്നു. ഉദയഗിരി കൊച്ചുകുടിയിൽ ജോർജും ഭാര്യ ഏലിക്കുട്ടിയുമാണ് രോഗിയായ മകളെ സംരക്ഷിക്കുവാനും ചികിത്സിക്കുവാനും സഹായം തേടുന്നത്. ഉദയഗിരി കൊച്ചുകുടിയിൽ ജോർജിന്റെയും ഏലിക്കുട്ടിയുടെയും മകൾ ലാലി 30 വർഷമായി കിടപ്പ് രോഗിയാണ്. 45-കാരിയായ ലാലിക്ക് പരസഹായം കൂടാതെ എഴുന്നേൽക്കുവാനോ ഭക്ഷണം കഴിക്കുവാനോ പ്രാഥമിക കൃത്യങ്ങൾ ചെയ്യുവാനോ കഴിയില്ല. വൃദ്ധരായ മാതാപിതാക്കളാണ് ലാലിയെ സംരക്ഷിക്കുന്നത്. നിർധന കുടുംബത്തിൽ വാർദ്ധക്യ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്ന ജോർജും ഏലിക്കുട്ടിയും ലാലിയെ സംരക്ഷിക്കുവാനുള്ള സാമ്പത്തികമില്ലാതെ കഷ്ടപ്പെടുകയാണ്. തുച്ഛമായ സ്ഥലവും വീടും മാത്രമാണ് ഇവർക്കുള്ളത്. കൂലിപ്പണിയെടുത്തും പശുവിനെ വളർത്തിയുമൊക്കെയാണ് ഇവർ ജീവിച്ചിരുന്നത്. എന്നാൽ ജോലി ചെയ്യാൻ വയ്യാതായതോടെ മകളുടെ മരുന്നിനും നിത്യവൃത്തിക്കുമായി സുമനസുകളുടെ സഹായം അഭ്യർത്ഥിക്കുകയാണ് ഈ പാവപ്പെട്ട കുടുംബം. ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ കൊച്ചിന് സ്ഥിരം മരുന്ന് വേണം. അതുകൊണ്ട് ഞങ്ങൾക്ക് 2 പേർക്കും വയ്യ, ഷുഗറും പ്രഷറുമായിട്ട് ഞങ്ങൾ നടക്കുവാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് കൂലിപ്പണിയൊന്നും എടുക്കാൻ പറ്റിയില്ല.
പറ്റുന്ന പോലുള്ള സഹായം നിങ്ങളൊക്കെ ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. സഹായനിധിയിലേക്കായി തോപ്രാംകുടി ഫെഡറൽ ബാങ്കിൽ ജോർജിന്റെ പേരിൽ അക്കൗണ്ടും തുടങ്ങിയിട്ടുണ്ട്. 133300074026. IFSC കോഡ് FDRL 00013333 എന്ന അക്കൗണ്ടിലാണ് പണം നിക്ഷേപിക്കേണ്ടത്. ഇടുക്കി വിഷൻ ന്യൂസ്, ചെമ്പാപ്പാറ. പ്രധാന വാർത്തയിലേക്ക് ഒരിക്കൽ കൂടി. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ സഹോദരി ഭർത്താവിനെ നെടുങ്കണ്ടം പോലീസ് അറസ്റ്റ് ചെയ്തു. മണിമല കോത്തലപ്പള്ളി കൈതപ്പാറക്കുഴിയിൽ പ്രിൻസ് ആണ് അറസ്റ്റിലായത്. ഇടുക്കിയുടെ അതിർത്തി ഗ്രാമങ്ങളിൽ കഞ്ചാവ് കൃഷി വർദ്ധിക്കുന്നു. ഇടുക്കി ഗോൾഡ് എന്നറിയപ്പെടുന്ന നീലച്ചടയൻ വിഭാഗത്തിൽപ്പെടുന്ന കഞ്ചാവിന് മയക്കുമരുന്ന് വിപണിയിൽ ഉയർന്ന വിലയാണ് ലഭിക്കുന്നത്. കേരളത്തിലെ യഥാർത്ഥ വിപ്ലവ പ്രസ്ഥാനം CSDS ആണെന്ന് CSDS സംസ്ഥാന ജനറൽ സെക്രട്ടറി MS സജൻ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി CSDSനോട് കാണിക്കുന്ന ശത്രുതാ മനോഭാവം അവസാനിപ്പിക്കണമെന്നും MS സജൻ ആവശ്യപ്പെട്ടു. ആവശ്യത്തിന് ഡോക്ടർമാരോ ജീവനക്കാരോ ഇല്ലാത്തതിനാൽ ഏറെ ദുരിതത്തിലാണ് കട്ടപ്പന 20 ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ആശുപത്രി. ശരാശരി 100-ലധികം ആളുകളാണ് ഈ ആശുപത്രിയിലെത്തുന്നത്. പെരിയാർ, ചോറ്റുപാറ, കൈത്തോട്ടിൽ മാലിന്യം കുന്നുകൂടുന്നത് പകർച്ചവ്യാധികൾ വർദ്ധിക്കാൻ കാരണമാകുന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം നാട്ടുവിശേഷം കാണാം. നമസ്കാരം. ഇടുക്കി വിഷൻ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഡിസൈനിങ്ങിന്റെ പ്രൗഢി ഗായത്രി ഡിസൈൻസ്. Materials, sarees, designing, stitching, ladies ranges in all categories. Gayatri Designs.